പറ്റുന്നൊരു ജസ്റ്റ് ഒരു ഡെക്കർ. അപ്പോൾ നമുക്ക് ആദ്യം ഐസ്ക്രീം സ്റ്റിക്ക് നിന്നിട്ട് ആരും ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഐസ്ക്രീം സ്റ്റിക്ക് നിന്നിട്ട് ആരും കളയാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കുമ്പോൾ ഇഷ്ടമുള്ള കളേഴ്സ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പേസ്റ്റൽ കളേഴ്സാണ് അടിച്ചിട്ടുള്ളത്. എൻ്റെ വാട്ടർ കളർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അടിച്ചു കൊടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു തോട്ടം എഴുതി കൊടുക്കുക. 4 തോട്ട് എത്ര ഐസ്ക്രീം സ്റ്റിക്കാണ് എടുക്കുന്നത് അതുമൊക്കെ കുറച്ച് തോട്ടുകൾ എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് എനിക്ക് എപ്പോഴും കാണുമ്പോൾ ചെയ്യാൻ തോന്നുന്ന കുറച്ച് തോട്ടുകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് മോട്ടിവേഷൻ തോട്ടായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിൽ 2 ക്രാഫ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലൊരു നൂല് വെക്കുക. എന്നിട്ട് ടാപ്പോ പശയോ എന്തെങ്കിലും വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ സാധനം ശരിയാവും. ഞാനിപ്പോഴത്തെ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇനി എവിടെയെങ്കിലും ഉണങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ടാപ്പോ പശ എന്താണ് ഇത് ചെയ്തിട്ടുള്ളത് എയർ ഡ്രൈ ക്ലേ കൊണ്ടാണ്. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് അമർത്തുമ്പോൾ ഒക്കെ ചെറിയ പാടുകൾ വരുമല്ലോ, അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അടുത്തെന്ന് പറയുന്നത് ഒരു നമ്മൾ ഒരക്കിനൊരു പ്ലാന്റ് മറന്നുപോയി ഒരു പോട്ടും അത് ജസ്റ്റ് ഒന്ന് ചെടിയാക്കണത്. അതുമ്പോൾ തന്നെ ഉണങ്ങിയ ശേഷം ഞാനൊന്ന് പശ തേച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം അപ്പോൾ ഒരു ഗ്ലോ കിട്ടും. പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ പശയും തേച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യും. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ കളറാണ്, ഒരു ഡാർക്ക് ഗ്രീൻ എന്ന് പറയാം. ഒരു ഡാർക്ക് ഗ്രീനാണ്. നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ അതിൽ കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്താൽ ഒരു ഗ്രീൻ കിട്ടും. ലൈറ്റ് ഗ്രീനാണ് ഉള്ളതെങ്കിൽ കേട്ടോ. പിന്നെ ഗ്രീൻ കളറില്ലെങ്കിൽ ബ്ലൂവും യെല്ലോവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രീൻ കിട്ടും. അതിലേക്ക് ബ്ലാക്ക് ആഡ് ചെയ്താൽ മതി, കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്രീൻ കളറ് മൊത്തത്തിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു എയർ ഡ്രൈ ക്ലേ കൊണ്ട് തന്നെ ചെയ്തതാണ് അവിടെ ഇരിക്കുന്ന മഷ്റൂം കേട്ടോ. അടുത്തത് അത് ഉണങ്ങുന്നതിന് വരെ ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്കൊരു പോട്ടിൽ വെക്കാൻ പറ്റിയ ലീഫ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാപ്പ് എടുക്കാം, മാസ്കിൻ ടാപ്പ്, സെലോ ടാപ്പ്, എന്ത് ടാപ്പ് ആണെങ്കിലും എടുക്കുക. നിങ്ങളുടെ ചോയ്സാണ്, അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സും യൂസ് കളറും യൂസ് ചെയ്യുക കേട്ടോ ഈ പോട്ടിന്. അതിന് ശേഷം ആ ടാപ്പിൻ്റെ മേലയിലൊരു വളയിൻ്റെ മോഡലൊരു കമ്പി വെച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ട് ഒരു ലീഫ് ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ഭാഗം കമ്പി കാണണം, എന്നാലാണ് കയറത്തുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ആദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് വളച്ച് പോയതാണ്. എന്തായാലും നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ വളക്കേണ്ടതെന്ന്. ഇതുമ്മ പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് വളച്ച് കൊടുക്കേണ്ടത്. ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. എന്ത് ലീഫാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു കളർ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഒരു കളറ് ഉണ്ടായിരുന്നു, 2 കളറാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് കേട്ടോ. അത്ര പെർഫെക്ഷനൊന്നും ഇല്ല. ആദ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായില്ല എങ്ങനെയൊക്കെയാണ് കളർ എടുക്കേണ്ടതെന്ന്. ഫസ്റ്റ് തന്നെ കളർ അടിച്ചപ്പോൾ തന്നെ കൊളായി. ഞാൻ പറഞ്ഞല്ലോ കമ്പി കുറച്ച് ബാക്കി വരണമെന്ന്, അതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ചെയ്തതിൽ. പിന്നെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് കമ്പി വേണമെന്ന് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള കളർ അടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പി പുറത്തേക്ക് വേണമെന്ന്. അതിന് ശേഷം അതിൻ്റെ ഫുൾ യെല്ലോ അടിച്ചതിന് ശേഷം അതിൻ്റെ അറ്റത്തുനിന്ന് ഡാർക്ക് ഗ്രീൻ അടിച്ചു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയും കുറേ ഒന്നും പാടില്ല, കുറച്ചടിക്കാൻ പാടുള്ളൂ. ഞാൻ അടിച്ചപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. ഒരു നോർമൽ ലെവലിൽ ഒന്ന് കുറച്ച് തിക്നെസ്സിലും കുറച്ച് തിക്നെസ് ഇല്ലാണ്ടും വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വേറെ മോഡലിൽ ചെയ്ത് നോക്കിയിരുന്നായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ എല്ലാ ലീഫും ചെയ്തു കേട്ടോ. ഞാൻ വേറെ ലീഫായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ തെർമാക്കോൾ സർക്കിളിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലയിൽ മണ്ണിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോട്ടിൻ്റെ കളറൊക്കെ മാറ്റി ഡിസൈനൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഉണങ്ങുമെന്ന് എന്താ മാറ്റിയെന്ന് വെച്ചാൽ ഉണങ്ങിയെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തൊട്ട് നോക്കിയതാണ്. തൊട്ട് നോക്കുകയാണെങ്കിൽ പിന്നെയും പറയാം, ഞാൻ ഇത് മൊത്തം എടുത്ത് നോക്കി, അപ്പോൾ മൊത്തം പെയിൻ്റ് ഇളകിപ്പോന്നു. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റ് കളറൊക്കെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച ലീഫ് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ട്വിസ്റ്റ് ചെയ്താൽ മതി, ഓവറായിട്ട് ട്വിസ്റ്റ് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫ്ലവർ ഷോക്കേസിലോ
ടേബിൾമേളോ ഡെസ്ക് ഡെക്കോറൊക്കെ ആക്കിയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു കണ്ട ലീഫ് ഇതാണ് ഇഷ്ടപ്പെട്ടത്, ഈ ലീഫാണ് ഇഷ്ടപ്പെട്ടത്, നേരത്തെ ചെയ്ത ലീഫാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ എല്ലാം വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ പോട്ടിൻ്റെ ഉള്ളിലോട്ട് ഉണങ്ങിയ ശേഷം മാത്രം തൊടാം. പോട്ടിൻ്റെ ഉള്ളിലോട്ട് ആ ഒരു ബേസ് ഇറക്കി കൊടുക്കുക. ആ ഒരു ലീഫൊക്കെ വെച്ച് ബേസ് ഇറക്കി കൊടുക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും പണിയൊന്നുമില്ല, നല്ല എളുപ്പമാണ് കേട്ടോ.